നിയമസഭയിൽ കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി പ്രതിപക്ഷം സൃഷ്ടിക്കുന്ന വലിയ ബഹളം യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ അവഹേളിക്കലും അതോടൊപ്പം തന്നെ ജനാധിപത്യത്തെ വെല്ലുവിളിക്കലും സർവോപരി ജനങ്ങളോടുള്ള വലിയ രൂപത്തിലുള്ള വെല്ലുവിളിയായിട്ടാണ് ആ സംഭവം മാറുന്നത്. യഥാർത്ഥത്തിൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത് സമൂഹത്തെ ആകെ ബാധിക്കുന്ന പ്രശ്നമാണ്. ഒരു നിയമസഭാ സമ്മേളനത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ ഘട്ടമാണ് ബഡ്ജറ്റ് സമ്മേളനം. ആ ബഡ്ജറ്റ് സമ്മേളനത്തിൽ ഭരണപക്ഷത്ത് നിന്ന് ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ആ ബഡ്ജറ്റിലുള്ള ന്യൂനതകളും അല്ലെങ്കിൽ അതിലുള്ള സൃഷ്ടിപരമായ വിമർശനങ്ങളും ഒക്കെ ഉയർത്തി ക്രിയാത്മക നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ച് അതിൽ ചർച്ചയിൽ പങ്കെടുക്കുക എന്നത് പ്രതിപക്ഷത്തിൻ്റെ പ്രഥമവും പ്രധാനവുമായ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിർവഹിക്കുന്ന രംഗത്ത് പ്രതിപക്ഷം തയ്യാറായില്ലെന്ന് മാത്രമല്ല, കേരളമെന്ന സംസ്ഥാനം തന്നെ ഇല്ല എന്ന രൂപത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ആ ബഡ്ജറ്റിനെക്കുറിച്ചും ചർച്ച ചെയ്യാനുള്ളൊരവസരമായിരുന്നു കേരള നിയമസഭയിലെ ബഡ്ജറ്റ് സമ്മേളനം. ഈ സന്ദർഭം യഥാർത്ഥത്തിൽ പ്രയോജനപ്പെടുത്താതെ അതിൽ നിന്ന് ഒളിച്ചോടിയ രംഗം യഥാർത്ഥത്തിൽ നിയമസഭയെ അവഹേളിക്കുക മാത്രമല്ല, ജനങ്ങളെയാകെ വെല്ലുവിളിക്കലും ഒപ്പം ബഹുമാനപ്പെട്ട കോടതിയെ പോലും അവഹേളിക്കുന്ന തരത്തിലാണ്. കാരണം ഇന്ന് വളരെ സുപ്രധാനമായൊരു വിധി ഇതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. നമ്മളെല്ലാം അത് മീഡിയയിൽ കണ്ടു. SITയിൽ പൂർണ്ണമായ വിശ്വാസവും സംതൃപ്തിയും രേഖപ്പെടുത്തി SITയെ അഭിനന്ദിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ വിധി ഇന്ന് വന്നിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം കോടതിയുടെ മേൽനോട്ടത്തിൽ ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുന്നത് കൃത്യമായും വ്യക്തത വരുത്തിക്കൊണ്ട് ശരിയും ശാസ്ത്രീയവുമായ രൂപത്തിലാണ്. കേരള ഗവൺമെൻറ്റും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയോട് അഭ്യർത്ഥിച്ചതും ഞങ്ങൾ എഴുതി കൊടുത്തതും ഇതുതന്നെയാണ്. ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ച് ഇത് അന്വേഷിച്ച് മുഴുവൻ കാര്യവും വെളിയിൽ കൊണ്ടുവരണം എന്ന് ആദ്യം മുതൽ ഞങ്ങൾ പറഞ്ഞിരുന്നു. ബഹുമാനപ്പെട്ട ഹൈക്കോടതി അക്കാര്യത്തിൽ മേൽനോട്ടം വഹിച്ചുകൊണ്ട് തന്നെ ഹൈക്കോടതി തന്നെയാണ് ഉദ്യോഗസ്ഥന്മാരെ തിരഞ്ഞെടുത്ത് SITയിൽ വിന്യസിച്ചത്. ആ SIT കൃത്യമായും അതുപോലെ തന്നെ ശരിയായ ദിശയിലും അതിൻ്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇന്ന് ആ അന്വേഷണത്തിൽ സംതൃപ്തി രേഖപ്പെടുത്തി ആ SITയെ അഭിനന്ദിച്ചുകൊണ്ട് ഇന്ന് പുതിയ അഭിപ്രായം രംഗത്ത് വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സാധാരണ ഒരു കേസ് മാതിരിയല്ല ഈ കേസ്. അതും എടുത്ത് കോടതി പറഞ്ഞു. ഏതെങ്കിലും ഒരു കൊലക്കേസ് അല്ലെങ്കിൽ ഒരു കത്തിക്കുത്തുണ്ടായി അതിൽ പെട്ടെന്ന് അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കുന്ന രൂപത്തിൽ കൊടുക്കാൻ കഴിയുന്നതല്ല. ഈ കേസിൻ്റെ ഉള്ളടക്കവും അതിൻ്റെ വ്യാപ്തിയും അതെല്ലാം ശരിയും ശാസ്ത്രീയമായ രൂപത്തിൽ പരിശോധിച്ച് എവിഡൻസോട് കൂടി മാത്രമേ ചാർജ് ഷീറ്റ് കൊടുക്കാൻ കഴിയൂ. അതുകൊണ്ട് ആർക്കെങ്കിലും ഒരു ജാമ്യം കിട്ടി എങ്കിൽ അത് സ്വാഭാവികമായി നിയമത്തിൻ്റെ ആനുകൂല്യത്തിൽ നിന്ന് കിട്ടിയതാണ്. അതിൽ SIT എന്തെങ്കിലും വീഴ്ച വരുത്തിയിട്ടല്ല എന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി തന്നെ വ്യക്തമാക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ പ്രതിപക്ഷത്തിനേറ്റ മറ്റൊരു പ്രഹരം കൂടിയാണ്. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ ബഹുമാനപ്പെട്ട കോടതി തന്നെ ഈ കാര്യം വ്യക്തമാക്കിയ സ്ഥിതിക്ക് കേരളത്തിലെ ജനങ്ങളോട് പ്രതിപക്ഷം മാപ്പ് പറയുകയാണ് വേണ്ടത്. നിയമസഭ അലങ്കോലപ്പെടുത്തിയതിന് യഥാർത്ഥത്തിൽ സഭയോടും മാപ്പ് പറയേണ്ടതാണ്. നമ്മുടെ സംസ്ഥാനത്ത് യഥാർത്ഥത്തിൽ ജനാധിപത്യം അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ മാനിക്കുന്നുവെങ്കിൽ ബഡ്ജറ്റ് സമ്മേളനം ഒരിക്കലും ഒഴിവാക്കിക്കൂടാ. കൃത്യമായി ബഡ്ജറ്റ് സമ്മേളനത്തിൽ പങ്കെടുക്കുകയും പറയാനുള്ളത് വിമർശനപരമായി ഉന്നയിക്കുകയും അതോടൊപ്പം തന്നെ ക്രിയാത്മകമായ നിർദ്ദേശം ഉണ്ടെങ്കിൽ അത് ഉന്നയിക്കുകയും ചെയ്യുമ്പോഴാണ് പ്രതിപക്ഷം അതിൻ്റെ ധർമ്മം പൂർണ്ണ നിലയിൽ നിറവേറ്റിയെന്ന് പറയാൻ കഴിയുക. അപ്പോൾ അതിൽ നിന്നെല്ലാം ഒളിച്ചോടി എന്നാൽ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി ഒരു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയാൽ ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന് ഭരണപക്ഷത്ത് നിരവധി പ്രാവശ്യം പറഞ്ഞു. പക്ഷേ അതിനവർ തയ്യാറില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം അത് ശരിയായ രൂപത്തിൽ ചർച്ച ചെയ്ത് വരുമ്പോൾ തിരിച്ച് പ്രതിപക്ഷത്തിന് തന്നെ മറുപടിയില്ലാതെ അവർക്ക് തന്നെ അതിന് മറുപടി പറയേണ്ട പല കാര്യങ്ങളും വരും എന്നുള്ളത് കൊണ്ട് ഈ കാര്യത്തിൽ നിന്ന് അടിയന്തര പ്രമേയത്തിൽ ഒളിച്ചോടുകയാണ് ചെയ്തത്. അതിൽ പകരം സ്പീക്കറെ ആക്രമിക്കാനും ഡയസിൽ ചാടിക്കയറാനും ജനാധിപത്യത്തിന് നിരക്കാത്ത രൂപത്തിൽ അതിലും ഉന്നതരായിട്ടുള്ള നിയമം കൈകാര്യം ചെയ്യുന്നവർ ഉൾപ്പെടെ ഈ വിഷയത്തിൽ കയറി ഒരുപക്ഷേ അതെല്ലാം ദൃശ്യമാധ്യമങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. ഒരിക്കലും അത്തരത്തിലുള്ള ഉന്നതന്മാരായ ന്യായാധിപന്മാരുടെ മുമ്പിൽ ഈ വിഷയം വരുമ്പോൾ ഈ കേസ് വാദിക്കാൻ വരുന്ന വക്കീലന്മാരുൾപ്പെടെ ഈ ജനാധിപത്യത്തിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നവരെല്ലാം നേരിൽ കാണുകയില്ലേ? അതിനുള്ള രൂപത്തിലേക്കല്ലേ പ്രതിപക്ഷം യഥാർത്ഥത്തിൽ ആ നിയമസഭാ നടപടികൾ അലങ്കോലപ്പെടുത്തി ഡയസിൽ ചാടി കയറി സ്പീക്കറെ ആക്രമിക്കാൻ ശ്രമിച്ചതും വച്ചാൻ വാർഡിനെ വടികൊണ്ട് അടിക്കുകയൊക്കെ ചെയ്ത സന്ദർഭമുണ്ടായത്. തികച്ചും അപലനീയമായ ഒരു ജനാധിപത്യ വിരുദ്ധ സമീപനമാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ സുപ്രധാനമായ നിരീക്ഷണം ഇന്ന് പുറത്തു വന്നതോടുകൂടി കാര്യങ്ങൾ ജനങ്ങൾക്ക് നന്നായി ബോധ്യപ്പെടുന്നു.
ബഹുമാനപ്പെട്ട കോടതിയിൽ എല്ലാവർക്കും വിശ്വാസമാണ്. ആ വിശ്വാസം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കൃത്യമായി ഇതിലെ കള്ളന്മാരെ ഏറ്റവും നല്ല രൂപത്തിൽ അന്വേഷണം നടത്തി അവരെ കൽത്തുറങ്കിലടച്ചും ഒപ്പം പൊന്ന് അയ്യപ്പന് നൽകിയും ഈ വിഷയം അവസാനിക്കുന്നതോടെ വരെ ഉണ്ടാകും. കോടതി എന്ന കാര്യവും ഗവൺമെൻറ് എന്ന കാര്യവും നേരത്തെ തന്നെ ഞങ്ങൾ വ്യക്തമാക്കിയതാണ്. ആ നിലയിലാണ് അതിൻ്റെ അന്വേഷണം പോകുന്നത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ സുപ്രധാനമായ ഇന്നത്തെ വിധി പ്രധാനമായും സ്വാഗതം ചെയ്യുന്നു. ഈ രംഗത്ത് അല്പമെങ്കിലും മര്യാദയും മാന്യതയും ഉണ്ടെങ്കിൽ പ്രതിപക്ഷം കോടതിയെ അവഹേളിച്ചതിലൂടെ മാപ്പ് പറഞ്ഞ് അവർ ഈ ദിവസങ്ങളിൽ കാട്ടിക്കൂട്ടിയ ജനാധിപത്യ വിരുദ്ധ നീക്കങ്ങൾ, ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ശൈലികൾ ഉപേക്ഷിച്ച് ജനങ്ങളോട് മാപ്പ് പറയേണ്ടതാണ് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം.